ഹിന്ദു ഈഴവ യുവതിയാണ്. 48 വയസ്സാണ് പ്രായം. ആദ്യ വിവാഹമാണ് കേട്ടോ. 48 വയസ്സായിട്ടും ആദ്യ വിവാഹം എന്താണെന്നല്ലേ. ആളിപ്പോൾ 48ാമത്തെ വയസ്സായപ്പോൾ ആൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ്. അതിനു മുന്നേ മാറ്റങ്ങൾ വന്നു തുടങ്ങി. നല്ല പ്രായത്തിലൊക്കെ അച്ഛനും അമ്മയും സഹോദരനും ഉണ്ടായിരുന്നു. നല്ല വിവാഹാലോചനകളൊക്കെ നോക്കി. പക്ഷെ ആ സമയത്ത് കല്യാണപ്രായത്തിൽ നോക്കുന്ന സമയത്ത് തീരെ മെലിഞ്ഞിട്ടായിരുന്നു. അതോടൊപ്പം തന്നെ മുടിയൊക്കെ അത്യാവശ്യം കുറവായിരുന്നു. പിന്നെ അറിയാമല്ലോ, ഹിന്ദുക്കളുടെ കാര്യത്തിൽ ജാതക പൊരുത്തം കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ എന്തോ പല സാഹചര്യങ്ങൾ കൊണ്ടും ആലോചന നോക്കി നീണ്ടു പോയി നടക്കാതെ. അപ്പം നല്ല പ്രായത്തിൽ വിവാഹം കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ മോളുടെ കാര്യത്തിൽ ഇങ്ങനെ ആലോചനകൾ നീണ്ടു പോകുന്നതുകൊണ്ട് തന്നെ തൊട്ടടുത്തത് മോനുണ്ടല്ലോ. മോന് നല്ല വിദ്യാഭ്യാസമാണ്, നല്ല ജോലിയാണ്, അത്യാവശ്യം നല്ല പൊസിഷനിലിരിക്കുന്നതുകൊണ്ട് തന്നെ മോന് ആലോചന വന്നു. മാതാപിതാക്കൾ ഈ പെൺകുട്ടിയുടെ സഹോദരൻ്റെ വിവാഹം നടത്തി. പിന്നെ ഈ കുട്ടിയെ എനിക്ക് തോന്നുന്നു മടിച്ചു എന്ന് തോന്നുന്നു. സാഹചര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ ആളെന്ത് ചെയ്തു, ആളുടെ പഠനത്തിൽ ശ്രദ്ധിച്ചു. അത്യാവശ്യം വീണ്ടും കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടും അതിനുശേഷം നല്ലൊരു ജോലി വാങ്ങിക്കുന്നതിലുമായിരുന്നു ആളുടെ ശ്രദ്ധ. പക്ഷേ ഇതിനിടയ്ക്കൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ പഠനം കൂടുന്തോറും അല്ലെങ്കിൽ നല്ല ജോലി ആകും തോറും ഇവരുടെ കാഴ്ചപ്പാടുകളിലൊക്കെ മാറ്റം വരുമല്ലോ. പിന്നെ ഇവരുടെ ആ ഒരു വിദ്യാഭ്യാസത്തിനും ആ ഒരു ജോലിക്കും അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ നോക്കി തുടങ്ങി. അങ്ങനെ വൈകി. ഇപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയും ആൾക്കും മനസ്സിന് ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട്ണറേയും വേണമെന്നുള്ള ആഗ്രഹമാണ്. അപ്പോൾ 48 വയസ്സാണ്, ഹിന്ദുവാണ്, ഈഴവ കാസ്റ്റാണ്, അച്ഛൻ അമ്മ, ഒരു സഹോദരൻ്റെ വിവാഹം കഴിഞ്ഞു. മിഡിൽ ക്ലാസ്സും ആണ് കുടുംബം. മിഡിൽ ക്ലാസ്സിനും അപ്പറിനും ഇടയിൽ നിൽക്കും. അപ്പോൾ ഈ ഒരു ആലോചനയിൽ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അതോടൊപ്പം തന്നെ തുടർന്നുള്ള ആലോചനകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുക താല്പര്യമുള്ളവർ. പിന്നെ ഓരോരുത്തരുടെ പ്രതീക്ഷയ്ക്കൊത്ത മറ്റൊരാളുടെ പ്രതീക്ഷ വരണമെന്നില്ല. പിന്നെ പ്രായത്തിൻ്റെ കാര്യത്തിൽ വേറെന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഓരോ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ഈ ഒരു പ്രായത്തിലും വിവാഹം നടക്കാനുള്ള സാധ്യത കൂടി വരുന്നത്. അപ്പോൾ ആ വിട്ടുവീഴ്ചകളെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ഒരു ഇഷ്ടപ്പെടാത്ത കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തു പോകുന്നതല്ല. ചെറിയ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു വിവാഹം നടക്കും എന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ ചെയ്തു പോവുക. കുടുംബാംഗങ്ങളും എല്ലാവരും ആ ഒരു വിവാഹാലോചന നോക്കുന്ന ആളെ സപ്പോർട്ട് ചെയ്തു പോവുക. ഓക്കെ.